കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ചിരിക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദിവ്യ എസ് അയ്യർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത്തരമൊരു സാഹിത്യ ഉത്സവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ എല്ലാ സ്ഥാപനങ്ങളും വളരെ മികച്ച രീതിയിലുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും അതുപോലെ തന്നെ ഓരോ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ശരിക്കും ഈ ഒരു സാഹിത്യോത്സവത്തിനെ ആ രണ്ട് വാക്കുകൾ വെച്ചിട്ട് നമുക്ക് വർണ്ണിക്കാനാവുന്നതല്ല. അതൊരു പരിപാടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ശരിക്കും ഈ സാഹിത്യോത്സവം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പങ്കാളിത്തം അതിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത്ര ജനകീയമായ അത്രയും ഉന്നതമായിട്ടുള്ള കുറേ ചിന്തകളുടെ ഒരു വാഗ്വാദം നടക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് ഇതിങ്ങനെ മാറുകയാണ്. അപ്പോൾ ശരിക്കും ഒരു പരീക്ഷണശാല എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു സാധാരണ ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ കേട്ടിട്ട് വെറുതെ പോകുന്ന ഒരു രീതിയല്ല. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും സാഹിത്യത്തിൽ വേരൂന്നി നിൽക്കുന്ന വ്യക്തികളാണ്, തഴച്ചു വളരുന്ന വ്യക്തികളാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന സദസ്സിലുള്ളവരായാലും വേദിയിലുള്ളവരായാലും രണ്ടുപേരും ഒരേപോലെ തന്നെ അതിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഈ സാഹിത്യോത്സവത്തിൻ്റെ 2ാമത്തെ എഡിഷനാണ്. ഈ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഇത്തരം ഈ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത തവണയും സംഘടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തീർച്ചയായിട്ടും കേരള സാഹിത്യ അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെയും തന്നെ നമുക്ക് ഒരു വലിയൊരു പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും, അതായത് സാഹിത്യത്തിൻ്റെ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു ഈറ്റിലുമായിട്ടാണ് നമ്മൾ കേരള സാഹിത്യ അക്കാദമിയെ എന്നും കാണുന്നത്. അതിങ്ങോട്ട് ഈ ഒരു ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ സിരകളിൽ അതിങ്ങനെ പ്രവേശിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത് കൂടുതൽ ജനകീയമാക്കുകയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും തുടരെ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. അതിനോടൊപ്പം പുതിയ തലമുറയിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ എത്തിച്ചേരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ആലോചനകൾ നടത്തുന്നുണ്ട്. പരിപാടിയിൽ തന്നെ ഒരു സാർവദേശീയ കാഴ്ചപ്പാടുണ്ട്. പേര് തന്നെ സാർവദേശീയ സാഹിത്യോത്സവം എന്നാണ്. അത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചിന്തകളെയും എല്ലാം ഈ രീതിയിൽ ക്രോഡീകരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതെ, നമ്മുടെ ഇന്നത്തെ ആധുനിക കാലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2025 എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ പരിമിതികൾ എന്ന് പറയുന്നതും നമ്മുടെ പരിധികൾ എന്ന് പറയുന്നതും എല്ലാം പുനർനിർണ്ണയിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്ന്. അപ്പോൾ ഈ ലോകം മൊത്തം ഒരു ചെറിയ ഗ്രാമമായി നമ്മുടെ ഒരു കൈവെള്ളയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്പർശത്തിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഫോണിലൂടെ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടേത് ഇന്നിപ്പോൾ. അങ്ങനെയുള്ള ഒരു തലമുറയിൽ സാഹിത്യം എന്നുള്ളത് ഒരു പക്ഷേ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന ഒരു സവിശേഷതയിലേക്ക് സാഹിത്യം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം സാഹിത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മലയാള സാഹിത്യത്തിൽ എടുത്തു നോക്കിയാൽ പോലും ഒരു പക്ഷേ യൂറോപ്പിലെ ജനജീവിതത്തിൻ്റെ ഒരു പകിട്ട് നമുക്ക് മലയാള സാഹിത്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ജനജീവിതത്തിൻ്റെ ഒരു അധമദൃഷ്ടിയിൽ എങ്ങനെയാണ് ആഫ്രിക്കയിലെ ജനങ്ങളെ ആളുകൾ അന്ന് കണ്ടിരുന്നത് എന്നുള്ളത് മലയാള സാഹിത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കാലത്തിനു മീതെ സഞ്ചരിച്ച വ്യക്തികളാണ് ശരിക്കും മലയാള സാഹിത്യത്തിലെ സാഹിത്യകാരെന്ന് പറയുന്നവർ. അപ്പം അവർ അന്ന് കണ്ട ഒരു ദൃശ്യം അല്ലെങ്കിൽ അവർ അന്ന് കണ്ട ഒരു കാഴ്ചപ്പാട് ഇന്ന് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് എല്ലാവർക്കും സ്വായത്തമായി ആയിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പരസ്പര പൂരകമാണ്. അതായത് ലോകത്തിനെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും മലയാള സാഹിത്യത്തെ ലോകത്തിന് സമ്മാനിക്കുക എന്നുള്ളതും, ഇത് രണ്ടും ഈ സാർവദേശീയം എന്നുള്ള വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ ഒരു സാഹിത്യോത്സവത്തെ കാണുന്നത്. സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ലോക സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കവിതകളൊക്കെ ഈ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട് പരിചയപ്പെടുത്തിയത് നമ്മുടെ പ്രസിഡന്റ് സച്ചിദാനന്ദ മാഷാണ്. അദ്ദേഹവുമായിട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള ആളെന്ന നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? കവികളും സച്ചിദാനന്ദ മാഷായാലും നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഓരോ സാഹിത്യകാരും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ വിലപ്പെട്ടവരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നു, നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു, അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അധ്യക്ഷ എന്നുള്ള നിലയിലോ അല്ല ഇവരാരെയും കാണുന്നത്. അവരുടെയൊക്കെ സാഹിത്യം വായിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളൊരു നിലയിലാണ് ഞാനിപ്പോഴും അവരെ കാണുന്നത്. അപ്പോൾ സാഹിത്യകാർ എല്ലാവരും തന്നെ ഗുരുസ്ഥാനീയരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അത്രയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു മേഖലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാഹിത്യം എന്നുള്ളതിലുപരിയായിട്ട്. അപ്പോൾ എല്ലാവരും ഗുരുസ്ഥാനീയരാണ് തീർച്ചയായും. സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ എന്നതിലുപരിയായിട്ട് നല്ലൊരു വായനക്കാരി എന്ന നിലയിൽ കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സുഭാഷ് ചന്ദ്രനുമായിട്ടുള്ളൊരു സംഭാഷണത്തിന് നേതൃത്വം കൊടുത്തതിന് ശേഷമാണ് കൈരളി ന്യൂസിനൊപ്പം മേഡം ചേർന്നത്.